അസാധാരണ സംഭവങ്ങളും ട്വിസ്റ്റുകളും നിരവധിയുണ്ട് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ. ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കിയത്. പ്രധാനമന്ത്രി രാജിവെച്ച് നാടുവിടേണ്ട അവസ്ഥയിലെത്തിച്ചു. ഇപ്പോഴിതാ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നു. ജയിലിൽ നിന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് മുൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവുമായ ഖാലിദ സിയ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതിനു പിന്നാലെ ഖാലിദ സിയെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഉത്തരവിട്ടു. 2018 ഗ്രാഫൈറ്റ് കേസിലാണ് ഖാലിദ സിയെ 17 വർഷം തടവു ശിക്ഷിച്ചത്. ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന സിയാലുർ റഹ്മാന്റെ ഭാര്യയാണ് ഖാലിദ. സിയാഉൽ റഹ്മാൻ കൊല്ലപ്പെട്ട ശേഷമാണ് ഖാലിദ സിയ രാഷ്ട്രീയത്തിലെത്തിയത്. 1991 അവർ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചത്. നിലവിൽ പട്ടാള ഭരണം ഏറ്റെടുത്ത ബംഗ്ലാദേശിൽ അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്ന ചോദ്യങ്ങൾ ഉയർന്നുവരുന്നതിനിടെയാണ് ഖാലിദയുടെ പേര് ഉയർന്നു വന്നത്. എന്നാൽ ഖാലിദയെ പ്രധാനമന്ത്രിയാക്കാൻ തടസ്സങ്ങളുമുണ്ട്. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാളാണ് ഖാലിദ. പ്രധാനമന്ത്രിയാവാൻ നിയമതടസ്സമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. രാജിക്ക് ശേഷം രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബംഗ്ലാദേശിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഇരുവരും ചർച്ച നടത്തിയെന്നാണ് വിവരം. ബംഗ്ലാദേശിലെ പ്രതിസന്ധിയെക്കുറിച്ചും തന്റെ ഭാവി നടപടികളെക്കുറിച്ചും ഷെയ്ഖ് ഹസീന ഡൊവാലുമായി ചർച്ച ചെയ്തു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജിവെച്ച് ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത ഹസീന ഹിൻഡൻ വ്യോമതാവളത്തിലാണ് വിമാനമിറങ്ങിയത്. ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തുവന്നിരുന്നു.